ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ബേക്കറിയിൽ നിന്നും വാങ്ങുന്ന ഡോണട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബേക്കറിയിൽ നിന്നും കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണട്ട് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഡോണട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വരുന്നത് വരെ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാൽ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ മാവ് ചേർക്കാം. ഞാനിപ്പോൾ എടുത്തത് 240 ml കപ്പാണ്. മാവിട്ടിട്ട് അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഞാനിപ്പോൾ എടുത്തത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഇതുപോലെ മാവിൽ നേരിട്ടിട്ടത്. അല്ലാതെ തരിയുള്ള ഈസ്റ്റ് ആണെങ്കിൽ പാലിലിട്ട് ഒരു 5 മിനിറ്റ് വെച്ച ശേഷം മാത്രമേ മാവിലേക്ക് ചേർക്കാവൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ബട്ടർ ഇട്ടിട്ട് നന്നായിട്ടതൊന്ന് മാവ് കുഴച്ചെടുക്കാം. ബട്ടറിന് പകരം ഓയിൽ ചേർത്താലും മതി, വെജിറ്റബിൾ ഓയിൽ ചേർത്താലും മതി. നല്ലപോലെ ഒരു 7-8 മിനിറ്റ് ഈ മാവ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ കുഴയ്ക്കണം. മാവ് കയ്യിൽ ഒട്ടാത്ത പരുവാകുന്നത് വരെ കുഴച്ചെടുക്കണം. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിൽ തന്നെ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടറോ ഓയിലോ ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. മാവ് ബൗളിലേക്ക് വെച്ചിട്ട് ഒന്ന് പൊങ്ങാനായിട്ട് വയ്ക്കാം. ഒരു 1-2 മണിക്കൂർ ഇതുപോലെ ഒന്ന് വയ്ക്കണം. ഒരു നനഞ്ഞ ടവൽ വെച്ചിട്ട് മൂടി വയ്ക്കാം. മാവ് നന്നായിട്ട് പൊങ്ങി വരുന്നതാണ് കണക്ക്, അതുവരെ വയ്ക്കണം. ഇതുപോലെ വയ്ക്കാം. ഞാനിപ്പോൾ 1.5 മണിക്കൂർ ആയപ്പോഴാണ് നോക്കുന്നത്. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ അതൊന്ന് കുഴച്ചെടുക്കാം. ഇതിൻ്റെ എയറൊക്കെ ഒന്ന് പോകാനായിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ മാവ് പരത്താനായിട്ട് ഞാനിതുപോലെ ബോർഡാണ് എടുത്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പരത്തിയാലും മതി. ഈ ബോർഡിലേക്ക് കുറച്ച് മാവിട്ട് കൊടുക്കാം. മാവ് ഇതിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. ഈ കനത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഒരുപാട് കനം കൂടിപ്പോവുകയും ചെയ്യരുത്, കുറഞ്ഞു പോവുകയും ചെയ്യരുത്. ഈ കനത്തിൽ പരത്തിയെടുക്കണം. ഈ ഡോണട്ട് കട്ട് ചെയ്യാനായിട്ട് ഞാനൊരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസും ഒരു നോസിലും എടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിന് പകരം ഏതെങ്കിലും കുപ്പിയുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും മതിയാകും. ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഒരേ വലിപ്പത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നോസിൽ വെച്ചിട്ട് ഇതുപോലെ നടുക്കായിട്ട് ഒരു ഹോളിട്ട് കൊടുക്കാം. നമ്മളിത് വടയുടെ ഷേപ്പിലാണ് ഇതുണ്ടാക്കുന്നത്. ഈ വടയുടെ ഷേപ്പിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാകുന്നത്. ഇതുപോലെ എല്ലാം ഹോൾട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ പരത്തിയെടുക്കണം. ഇങ്ങനെ പരത്തി വെച്ച ശേഷം അതൊരു 10 മിനിറ്റ് വീണ്ടും ഒന്ന് നനഞ്ഞ ടവൽ കൊണ്ട് മൂടി വയ്ക്കാം. അതിനുശേഷം ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഡോണട്ട് ഇടുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം. എന്നാൽ ഇട്ട് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. തീ നല്ലപോലെ കുറച്ച് വെച്ച ശേഷമേ ഇത് ഫ്രൈ ചെയ്തെടുക്കാവൂ. ഇടുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഇത് പൊങ്ങി വരും. ഞാൻ ആദ്യത്തേത് ഇട്ടപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. ഇത്രയും കളർ മാറണ്ട, കുറച്ചുകൂടെ ഒന്ന് മുമ്പേ തന്നെ എടുക്കണം. കരിഞ്ഞു പോകാതെ തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും കളർ മാറുമ്പോഴേക്കും കോരി മാറ്റാം, എടുത്ത് മാറ്റാം.
ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്യാതെ നമുക്ക് ഓവനിൽ വെച്ചിട്ട് OTGയിലോ അല്ലെങ്കിൽ കുക്കറിലോ പാനിലോ എന്തിൽ വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം. ബേക്ക് ചെയ്ത് വേണമെങ്കിലും ഇതെടുക്കാം. ഞാനിത് ബേക്കിങ് ചെയ്യുന്നുണ്ട്. പാനിൽ വെച്ചിട്ടും കാണിക്കുന്നുണ്ട്. ഞാനിത് പാനിൽ പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ 10 മിനിറ്റ് ചൂടാക്കിയ പാനിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 20 മിനിറ്റ് വേണം ഇത് ബേക്ക് ചെയ്യാനായിട്ട്. 10 മിനിറ്റ് ആകുമ്പോൾ തുറന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. എണ്ണ ഉപയോഗിക്കാത്തവർക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കണം. എന്തായാലും നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ട് എണ്ണ കിട്ടും. ഡോണട്ട് എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഷുഗർ പൊടിച്ചിട്ട് അതിൽ കോട്ട് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതുപോലെ എല്ലാം ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കാം. പഞ്ചസാരയിൽ മുക്കിയെടുക്കുകയാണെങ്കിൽ എണ്ണയിൽ നിന്നും കോരിയ ഉടനെ തന്നെ പഞ്ചസാരയിൽ മുക്കിയെടുക്കണം. ഇതിപ്പോൾ പാനിൽ വെച്ചത് 2 സൈഡ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തതിൽ കുറച്ച് സ്പ്രിങ്കിൾസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുകയൊന്നും വേണ്ട, പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ചോക്ലേറ്റ് അങ്ങ് സെറ്റായിട്ട് വരും. ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡോണട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ വീഡിയോ കണ്ട ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.